ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്ന 70 ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്ന ബാങ്ക് നോട്ട്സ് ആണ്. അതായത് വിവിധ രാജ്യങ്ങളുടെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ബാങ്ക് നോട്ട്സ് ആണ്, കറൻസികളാണ്. അപ്പോൾ എൻ്റെ കളക്ഷനിൽ ഞാനിത് ഒരുപാട് കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു പുതുതായിട്ടൊരു ഫയൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ കറൻസികളൊക്കെ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എക്സ്ട്രാ കറൻസികളൊക്കെ നോക്കി ഞാനിപ്പോൾ ഒരു കുറച്ച് സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറൻസി സെറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു കറൻസിയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ പുതിയൊരു സെറ്റ്, അതായത് പുതിയൊരു ഫയൽ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന 200 രാജ്യങ്ങളുടെ ആ ഒരു കറൻസീസ്. അപ്പോൾ അതിലേക്ക് എനിക്ക് കുറച്ച് കറൻസിയാണ് എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്ന കറൻസി ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. എല്ലാം നോക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം 70ഓളം കൺട്രീസ് എനിക്ക് കിട്ടിയായിരുന്നു. ആ 70ഓളം കൺട്രീസ് രാജ്യങ്ങളുടെ കറൻസിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള കറൻസികളൊക്കെ കളക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കറൻസിയൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നോ ഇല്ലെങ്കിൽ ഏതെങ്കിലും എക്സിബിഷനിൽ നിന്നോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡീലേഴ്സിൽ നിന്നോ കുറഞ്ഞ വിലയിൽ കിട്ടാവുന്ന കറൻസീസാണ്. എല്ലാം വില കുറവുള്ള കറൻസീസാണ്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ ഇതുപോലുള്ള കറൻസികളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിച്ചു കൊടുക്കുക. കുട്ടികൾക്ക് കളക്ഷൻ തുടങ്ങാൻ പറ്റിയ ഒരു വിലക്കുറവുള്ള കറൻസീസൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു കറൻസിയൊക്കെ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇല്ല. എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്ന കുറച്ച് കറൻസിയൊക്കെ എടുത്ത് ഞാൻ വീണ്ടും ഒരു 200 കറൻസീസ് ആഡ് ചെയ്യുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ആ ഒരു കറൻസിയിലൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തിലെ കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി ബ്രസീലിലെ കറൻസിയാണ്. ഈ ഒരു കറൻസി മംഗോളിയയിലെ കറൻസിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കറൻസിയൊക്കെ എൻ്റെ കളക്ഷനിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു. 70ഓളം കൺട്രീസ് എനിക്ക് കറൻസി കിട്ടിയായിരുന്നു. ഈ ഒരു കറൻസി മ്യാൻമറിലെ കറൻസിയാണ്. അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് കിട്ടാവുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസി ഗാംബിയയിലെ കറൻസിയാണ്. ഇതിനും വിലക്കുറവാണ് ഇപ്പോൾ മാർക്കറ്റിൽ. ഈ ഒരു കറൻസി നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു കറൻസിയാണ്. ദുബൈയിലെ കറൻസിയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സെൻട്രൽ ബാങ്കിലെ കറൻസിയാണ്. 5 ദിർഹംസ്. നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസി ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കൈവശം നിന്ന് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്കോ ആർക്കെങ്കിലും കൊടുക്കുക. കളക്ഷൻ ചെയ്യുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക. അവർക്ക് നല്ല ഉപകാരമായിരിക്കും. 5 ദിർഹംസ് ആണ്. അപ്പോൾ ഈ ഒരു കറൻസി അഫ്ഗാനിസ്ഥാനിലെ കറൻസിയാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നിലവിലില്ല, താലിബാനാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറൻസി ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ ഒരു കറൻസിയൊക്കെ ചിലപ്പോൾ സ്കാസ് കാറ്റഗറിയിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള കറൻസികളും കിട്ടുവാണെങ്കിൽ നമ്മൾ കളക്ഷൻ ചെയ്യുക. ഈ ഒരു കറൻസി റവാണ്ടയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിക്കും മാർക്കറ്റിൽ ഇപ്പോൾ വില കുറവാണ്, നല്ല വില കുറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ കിട്ടാവുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ആ ഒരു രാജ്യങ്ങൾ ഏകദേശം ഒരു 100ഓളം രാജ്യങ്ങൾ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുന്ന കറൻസികൾ മേടിച്ച് നമുക്ക് നല്ലൊരു ഫയൽ സെറ്റ് കളക്ഷൻ ചെയ്യാവുന്നതാണ്. ഇത് നോർത്ത് കൊറിയയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസി തുർക്കിയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിയൊക്കെ നമുക്ക് ഈ ഒരു പൂജ്യങ്ങളുടെ ഈ ഒരു എണ്ണങ്ങൾ കണ്ട് നമുക്ക് ചിലപ്പോൾ വില കൂടുതലാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരിക്കലുമല്ല, ഈ ഒരു കറൻസിയൊക്കെ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് നല്ല വില കുറഞ്ഞ കറൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കറൻസി സോളമൻ ഐലൻഡിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം മാർക്കറ്റിൽ വിലയുണ്ട്. ഒരു 200 രൂപയ്ക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വില വരുന്നുണ്ട്. പക്ഷേ നല്ലൊരു UNC കണ്ടീഷൻ കറൻസിക്ക് മാത്രമാണ് ആ ഒരു വില വരുന്നത്. കണ്ടീഷൻ കുറഞ്ഞ കറൻസിക്ക് നമുക്ക് വില കുറവാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി മലേഷ്യയിലെ കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസിയൊക്കെ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലായാലും അല്ലെങ്കിൽ പുറത്തുള്ള ഫ്രണ്ട്സൊക്കെ ആയാലും ഒരുപാട് പേർക്ക് ഈ ഒരു കറൻസി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ചിലരൊക്കെ ട്രിപ്പിനായിട്ടൊക്കെ മലേഷ്യയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു കറൻസി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കറൻസി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞാൽ കിട്ടുന്നതാണ്. ഈ ഒരു കറൻസി പാകിസ്ഥാനിലെ കറൻസിയാണ്. ഈ ഒരു കറൻസി ബെലാറസിലെ കറൻസിയാണ്. വില കുറവാണ്. നമുക്ക് ഈ ഒരു പൂജ്യങ്ങളുടെ എണ്ണം നോക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂജ്യങ്ങളുടെ ഇപ്പോൾ ഒരു 1000 എന്നുള്ള ഈ ഒരു നമ്പർ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും ഈ ഒരു കറൻസിക്ക് വലിയൊരു വിലയാണെന്ന്. അപ്പോൾ ഒരിക്കലുമല്ല, ഈ ഒരു കറൻസിയൊക്കെ നല്ല വില കുറവാണ്. ചിലപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് 20 രൂപയും കിട്ടാം, 40 രൂപയും കിട്ടാം. അങ്ങനത്തെ ഒരു വിലയാണ് വരുന്നത്. ഈ ഒരു കറൻസിയും സുറിനാമിലെ കറൻസിയാണ്. അത്യാവശ്യം വില കുറവുള്ള ഒരു കറൻസിയാണ്. പക്ഷേ ഈ ഒരു കറൻസിയുടെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഒരുപാട് കറൻസിയൊക്കെ ഉണ്ട്. അതിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ വില വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസിയും നല്ല വിലക്കുറവുള്ള ഒരു കറൻസിയാണ്. ഈ ഒരു കറൻസിന് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് കറൻസിയൊക്കെ ഉണ്ട്. അതിനൊക്കെ വിലകൾ മാറി വരും. നമുക്ക് ഈ ഒരു ഡെനോമിനേഷനിൽ വരുന്ന ഈ ഒരു 1 എന്ന ഡെനോമിനേഷനിൽ വരുന്ന കറൻസിക്കൊക്കെ വിലക്കുറവാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി തജാക്കിസ്ഥാനിലെ ഈ ഒരു കറൻസിയും ഈ ഒരു കറൻസിക്കും വിലക്കുറവാണ്. നല്ലൊരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുറേ നമ്പേഴ്സ് വരുന്ന കറൻസിയൊക്കെ ഈ തജാക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഈ തജാക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രിയിൽ അവരുടെ കറൻസിയിലുണ്ട്. അപ്പോൾ നല്ലൊരു കളക്ഷൻ പർപ്പസാണ്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള നമ്പേഴ്സൊക്കെ കളക്ഷൻ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു കൺട്രി ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് അർജൻറ്റീനയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിക്കും വില കുറവാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസിയും. ഈ ഒരു കറൻസിയിൽ നമുക്ക് നോക്കിയാൽ ഇവിടെ മനസ്സിലാവും 1, 2, 3, 4, 5 അക്കമുള്ള ഒരു സംഖ്യയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു കറൻസിക്കും വില കുറവാണ്. നമ്മൾ പൂജ്യങ്ങളുടെ അക്കങ്ങൾ നോക്കിയിട്ട് ചിലരൊക്കെ കളക്ഷൻ ചെയ്യുന്നവരുണ്ട്.
ചിലർ വിചാരിക്കും അതിനൊക്കെ ഭയങ്കരമായിട്ടൊരു വില കിട്ടുമെന്ന്. അപ്പോൾ ഒരിക്കലുമല്ല, അങ്ങനെ ഒരു വില കിട്ടുന്ന കറൻസികളൊന്നുമല്ല. ഇതൊക്കെ നോർമലായിട്ടുള്ള കറൻസിയാണ്. സൊമാലിയയിലുള്ള കറൻസിയാണ്. ഈ ഒരു കറൻസിയും വില കുറവുള്ള കറൻസിയാണ്. ഇത് ബംഗ്ലാദേശിലെ കറൻസിയാണ്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടാവുന്ന ഒരു കറൻസിയാണ് ബംഗ്ലാദേശിലെ കറൻസി. 10 ടാക്ക എന്നറിയപ്പെടുന്ന കറൻസി. ഈ ഒരു കറൻസിക്കൊക്കെ നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടാവുന്നതാണ്. ഈ ഒരു കറൻസിയും ട്രാൻസിസ്റ്റ് ഏരിയ, ഈ ഒരു കറൻസിയും നല്ലൊരു കളക്ഷനാണ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന നമ്പേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 1, 5, 10 അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ഡിഫറെൻറ്റ് നമ്പേഴ്സിൽ വരുന്ന നമ്പേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കളക്ഷനാണ്. അതുപോലെ തന്നെയാണ് ഭൂട്ടാനിലെ കറൻസിയും. ഈ ഒരു കറൻസി നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന കറൻസിയാണ്. എത്തിയോപ്യ, ഈ ഒരു കറൻസി എത്തിയോപ്യയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസി ഫിലിപ്പീൻസിലെ കറൻസിയാണ്. ഈ ഒരു കറൻസി യുക്രൈനിലെ കറൻസിയാണ്. യുക്രൈനിലുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള വരുന്ന കറൻസികളൊക്കെ ഉണ്ട്. എൻ്റെ കളക്ഷനിൽ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പിലൊക്കെ വരുന്ന കളക്ഷനൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കറൻസി സൊമിലാനിലെ കറൻസിയാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് ഒരു കുറഞ്ഞ ഒരു പ്രൈസാണ്. ഏകദേശം ഒരു 30 രൂപ 40 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന ഒരു കറൻസിയാണ്. ഈ ഒരു കറൻസി ഹോൺഡ്രസിലെ കറൻസിയാണ്. അത്യാവശ്യം വിലയുള്ള ഒരു കറൻസിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലയില്ല. ഏകദേശം ഒരു 100 രൂപ 120 രൂപയ്ക്കൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസി അങ്കോളയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടാം. ഏകദേശം ഒരു 10 രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു കറൻസി കിട്ടാം. നല്ല ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് 10 രൂപയ്ക്ക് നമുക്ക് കിട്ടാം. ഈ ഒരു കറൻസി മലാവിയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിയും വിലക്കുറവാണ്. ഈ ഒരു കറൻസി ഉസ്ബെക്കിസ്ഥാനിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിയിലെ നമ്പേഴ്സ് കണ്ടാലും പേടിക്കേണ്ട. ഈ ഒരു കറൻസിക്കൊക്കെ വിലക്കുറവാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു കറൻസിയാണ് സിറിയയിലെ കറൻസിയാണ്. സിറിയയിലെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസിയുണ്ട്. അപ്പോൾ ഈ ഒരു കറൻസിക്കും വിലക്കുറവാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന യമനിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിക്കും വിലക്കുറവാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്കൊരു 80 രൂപ 40 രൂപ പ്രൈസ് റേഞ്ചിലും കിട്ടാം. ചിലപ്പോൾ കുറഞ്ഞ രീതിയിലും കിട്ടാം. ഈ ഒരു കറൻസി മെക്സിക്കോയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിയും വിലക്കുറവാണ്. ഈ ഒരു കറൻസിയുടെ ഓൾഡ് ഇഷ്യൂ ആണിത്. എങ്കിൽ പോലും ഈ ഒരു കറൻസിക്ക് വിലക്കുറവാണ്. ഈ ഒരു കറൻസി യുഗോസ്ലാവിയയിലെ കറൻസിയാണ്. അപ്പോൾ യുഗോസ്ലാവിയയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂജ്യങ്ങൾക്ക് വിലയില്ലാത്ത ഒരു രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടംപോലെ പൂജ്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു യുഗോസ്ലാവിയയിലെ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന കറൻസി വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു കറൻസി സിംബാബ്വേയിലെ കറൻസിയാണ്. അത്യാവശ്യം നമുക്കിപ്പോൾ ഏകദേശം ഒരു 40 രൂപ 60 രൂപ 80 രൂപ റേഞ്ചിലൊക്കെ കിട്ടാം. ഈ ഒരു കറൻസി കൊളംബിയയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസി കൊറേഷ്യയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസി ഗിനിയയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസി മൊക്കാംബിക്കിലെ കറൻസിയാണ്. ഈ ഒരു കറൻസി കെനിയയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിയിൽ സിംഗപ്പൂർ $1 കറൻസിയാണ്. ഈ ഒരു $1 ഒരു വില മാത്രമേ നമുക്കിപ്പോൾ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു വരുന്നുള്ളൂ. ചിലപ്പോൾ ഒരു 10 20 രൂപ കൂടുതലായിരിക്കും. അത്രയും മാത്രമേ ഉള്ളൂ. ഈ ഒരു കറൻസി ഈജിപ്തിലെ ഓൾഡ് ഇഷ്യൂ കറൻസിയാണ്. ഓൾഡ് ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കറൻസിക്ക് വില കൂടണമെന്നില്ല. ഈ ഒരു ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ മാത്രമേ ഉള്ളൂ. ഈ ഒരു കറൻസി സെർബിയയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസിക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 60 രൂപ 70 രൂപ 75 രൂപ മാർക്കറ്റ് വാല്യൂ മാത്രമേ ഉള്ളൂ. ഈ ഒരു കറൻസി ബുറണ്ടിയിലെ കറൻസിയാണ്. 500 എന്നുള്ള റക്കം കണ്ട് ആരും പേടിക്കേണ്ട. ഈ ഒരു കറൻസി ബർമയിലെ കറൻസിയാണ്. ഓൾഡ് ഇഷ്യൂ കറൻസിയാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും ബർമയിലെ ആ ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും. ബർമയുടെ ആ ഒരു ഇഷ്യൂ കറൻസിയാണ്. ഓൾഡ് ഇഷ്യൂ കറൻസിയാണ്. പക്ഷേ വില വളരെ കുറവാണ്. നമുക്ക് കളക്ഷനൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു 100 കൺട്രീസൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ പർപ്പസ് വരുന്ന കറൻസിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു കറൻസി ശ്രീലങ്കയിലെ കറൻസിക്കൊക്കെ വാല്യൂ വളരെ കുറവാണ്. നമുക്ക് എപ്പോഴും കിട്ടാവുന്ന ഒരു കറൻസിയാണ്. ഈ ഒരു കറൻസിയും അതുപോലെ തന്നെയാണ് ഈജിപ്തിലെ കറൻസി. ഈ ഒരു കറൻസി പെറുവിലെ കറൻസിയൊക്കെ വില നല്ല കുറവാണ്. 90 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ. ഈ ഒരു കറൻസി അതുപോലെ തന്നെ സാംബിയയിലെ കറൻസി. അങ്ങനെ ഇതുപോലത്തുള്ള ഒരുപാട് കറൻസീസ് നമുക്ക് വില കുറഞ്ഞ രീതിയിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് പുതുതായിട്ട് ഏകദേശം ഒരു 70 കൺട്രീസിൻ്റെ കറൻസി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 200 കൺട്രീസ് തന്നെ ചെക്ക് ചെയ്ത് എടുത്ത് വയ്ക്കണം. അപ്പോൾ 200 കൺട്രീസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 കൺട്രീസ് അവൈലബിൾ അല്ല. ഏകദേശം ഒരു 100 140ഓളം കൺട്രീസ് എക്സ്ട്രാ വരുന്ന കറൻസീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഫ്രീ ആയിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി എൻ്റെ കളക്ഷനിലേക്ക് ഞാനൊരു പുതിയ കളക്ഷൻ ചെയ്ത് വെച്ചാലോ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫയൽ സെറ്റ് ചെയ്ത് വെച്ചാലോ എന്ന് ആലോചിച്ച് നോക്കിയിട്ടാണ് ഇതുപോലുള്ള കറൻസിയൊക്കെ എടുത്തത്. അപ്പോൾ ഇതുപോലത്തെ കറൻസി ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഈ ഒരു കറൻസിയൊക്കെ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വില കുറഞ്ഞ രീതിയിൽ കിട്ടാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു 100 കൺട്രീസൊക്കെ കളക്ഷൻ ചെയ്ത് വെക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലുള്ള വില കുറഞ്ഞ രീതിയിലുള്ള കറൻസിയൊക്കെ ആദ്യം നിങ്ങൾ നോക്കി നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഞാനിപ്പോൾ കാണിച്ചതും അല്ലാതെ തന്നെ ഇതിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി വരുന്ന കറൻസി കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.